വരുന്ന 4-5 വർഷം കൊണ്ട് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള നക്സലൈറ്റുകളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും, അല്ലെങ്കിൽ നക്സലിസം അവസാനിപ്പിക്കും. ഈ വർഷം തന്നെ അവസാനിപ്പിക്കും. ഇത് പറഞ്ഞത് അമിത്ഷായ 2-3 വർഷത്തിന് മുമ്പ് അമിത്ഷാ ആഭ്യന്തരമന്ത്രി എന്ന ചുമതലയോടൊപ്പം പറഞ്ഞ. ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നു നക്സലൈറ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന മാവോയിസ്റ്റുകൾ അത് മുടിഞ്ഞുപോയി അല്ലെങ്കിൽ ഇല്ലാതായിപ്പോയി. അങ്ങനെ സംഭവിച്ചോ? അതെ, അതുണ്ട്. മാവോയിസ്റ്റുകൾ മുടിഞ്ഞു എന്ന് പറയുന്നത് നല്ല പ്രയോഗമാണ്, ശരിയാണത്. ഏതാണ്ട് 55 വർഷം മുൻപ് പീക്കിംഗ് റേഡിയോ വെച്ച് ആ പീക്കിംഗ് റേഡിയോയിൽ നക്സൽബാരിയിലുണ്ടായ ഒരു സായുധ കലാപത്തെ വസന്തത്തിൻ്റെ ഇടിമുഴക്കം എന്ന് പീക്കിംഗ് റേഡിയോ വിശേഷിപ്പിക്കുകയും. ഈ വസന്തത്തിൻ്റെ ഇടിമുഴക്കം എന്നൊക്കെ പറഞ്ഞ അതിലേക്ക് ആകർഷിക്കപ്പെട്ടു പോയതിൽ ഈ കൂടുതലും CPI ബന്ധപ്പെട്ട ആളുകളായിരുന്നു മാവോയിസ്റ്റുകൾ എന്ന് പറയുന്നത്. അല്ല, അന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഇന്നത്തെ രീതി 48-ലെ സായുധ വിപ്ലവ സമരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദയവായിട്ട് പരാജയപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരോധനം വന്നത് അങ്ങനെയാണ്. ആന്ധ്രയിലാണ് അതിന് തുടക്കം. അതിൻ്റെ ഫലമായിട്ട് ഈ തിസീസ് കൽക്കട്ട തിസീസ് എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. ആ കൽക്കട്ട തിസീസ് അവതരിപ്പിച്ച BT രണദിവെ, ബാലചന്ദ്ര ത്രയംബക രണദിവെ, ആ ബാലചന്ദ്ര ത്രയംബക രണദിവെ നേരെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സ്ഥാനത്തു നിന്നും വന്നിട്ട് ഏറ്റവും താഴെ ബ്രാഞ്ചിൽ വന്ന് ജോലി ചെയ്യേണ്ട അവസ്ഥയെത്തി. അദ്ദേഹത്തിന് നടപടിയൊക്കെ നേരിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പാർലമെൻ്ററി പാതയിലേക്ക് വന്നു. അപ്പോൾ പാർലമെൻ്ററി പാത സ്വീകരിക്കാൻ പാടില്ല, വിപ്ലവത്തിൻ്റെ പാത തന്നെ വേണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു വിഭാഗം മാർക്സിസ്റ്റ് പാർട്ടിയിൽ, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 64-ലാണല്ലോ പിളരുന്നത്. അതെ, 64 പിളർപ്പിന് ശേഷം മാർക്സിസ്റ്റ് പാർട്ടിയിലും CPIയിലും ഒക്കെ ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പൊതുവെ അങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അവർ എല്ലാം കൂടി ചേർന്നിട്ടാണ് നക്സൽബാരിയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നക്സലൈറ്റ് പ്രസ്ഥാനം വരുന്നത്. നക്സൽബാരിയിൽ നിന്നാണ് നക്സലൈറ്റ് വരുന്നത്. ഇവർ പ്രധാനമായിട്ടും ആശ്രയിച്ചിരുന്നത് മാവോയിസത്തിൻ്റെ ആശയഗതികളെയാണ്. മാവോയുടെ മിലിറ്ററി പേപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു കളക്ഷൻ ഉണ്ട്, ഒരു പുസ്തകമുണ്ട്, മിലിറ്ററി പേപ്പേഴ്സ്. മാവോ സായുധ സമരത്തെക്കുറിച്ചും സൈന്യങ്ങൾ എങ്ങനെ വിന്യസിക്കണമെന്നുള്ളതിനെക്കുറിച്ചും ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്. അത് ഏത് കത്തി കൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള രൂപമാണ് നമ്മുടെ പവനായി കാണിക്കുന്നത്. ഒരു പെട്ടി തുറന്നിട്ട് അമ്പും വില്ലും ഉണ്ട്, മലപ്പുറം കത്തിയുണ്ട്, മെഷീൻ ഗണ്ണുണ്ട്. ആ പവനായി ശവമായ രീതിയിൽ ഇങ്ങനെ ഇതെല്ലാം ഇതാണ് മിലിറ്ററി പേപ്പേഴ്സിൽ ഇയാൾ പറയുന്ന കാര്യങ്ങൾ. വളരെ എന്താ പറയേണ്ടത്, അങ്ങനെ ഗൗരവമായൊരു വായന അർഹിക്കുന്ന ഒരു പുസ്തകമായിട്ട് അത് വായിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഇപ്പോഴും നോക്കി എവിടെയെങ്കിലും കിട്ടും. അത് ഒരു നല്ല വായനക്കുള്ള പുസ്തകമായിട്ട് ഞാൻ ഇന്ന് അതിനെ കരുതുന്നില്ല, അന്നും കരുതിയിട്ടില്ല. പക്ഷേ ഇത് വന്നിട്ട് ധാരാളം പേര് ഇതിൽ ആകർഷിക്കപ്പെട്ടു. കേരളത്തിൽ തുടങ്ങിയ നക്സലൈറ്റ് പ്രസ്ഥാനത്തെ മുടിച്ചതിൻ്റെ ക്രെഡിറ്റ് K. കരുണാകരന് അവകാശപ്പെട്ടതാണ്. കരുണാകരനാണ് അടിയന്തരാവസ്ഥ കാലത്ത് നക്സലൈറ്റുകൾക്കെതിരെ ശക്തമായ ഒരു മൂവ്മെൻറ്റ് നടത്തുകയും നക്സലൈറ്റുകളെ ഓൾമോസ്റ്റ് അടിച്ചൊതുക്കുകയും ചെയ്തത് അതാണ്. കേരളത്തിൽ അതിനുശേഷം കാര്യമായിട്ടുണ്ടായിട്ടില്ല. പക്ഷേ ആന്ധ്രയിലും ഒറീസയിലും മധ്യപ്രദേശിലും രാജസ്ഥാൻ്റെ കുറേ ഭാഗത്തുമൊക്കെ കാടുകളിൽ ഇവർ വളരെ പടർന്ന് പന്തലിച്ചിരുന്നു. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മനുഷ്യർക്കിടയിലല്ല പ്രവർത്തിച്ച, കാട്ടിൽ മൃഗങ്ങളാണില്ല, മൃഗങ്ങൾക്കിടയിലായിരുന്നു ഇവരുടെ പ്രവർത്തനം മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. പിന്നെ വിദേശത്തും പോയിട്ടുണ്ട്. അതിൽ പീക്കിംഗ് റേഡിയോ ആണ്. അവിടെ നിന്നാണ് ഇവർക്ക് ഇൻസ്ട്രക്ഷൻസ് കിട്ടിയിരുന്നതും ആയുധങ്ങൾ കിട്ടിയിരുന്നതും. ധനം സമാഹരണത്തിനും അവർ ചൈനയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ചൈനയ്ക്കും അതിനകത്തൊരു കണ്ണുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഒരു പ്രശ്നം എപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതും, ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെ ഒരു ഛായ ഇന്ത്യയിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വാഭാവികമായൊരു സഹകരണവും സഹായവും ചൈനയ്ക്ക് ലഭിക്കും. അങ്ങനെ ഇന്ത്യയിൽ അവരുടെ ഒരു സെറ്റ് വർക്ക് ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുക പരസ്യമായി തന്നെ. ഇപ്പോൾ ഇത് നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടി എല്ലാവരും അവർ ഭരണഭാരം ഏറ്റിട്ട് ആദ്യം പോകുന്ന ചൈനയിലാണ്. നമ്മളൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ശബരിമലക്ക് പോകുന്ന രീതിയിൽ ആദ്യം പോകുന്നത് ചൈനയിലാണ്. ഇതിന് മുൻപുള്ള കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയല്ല. ഇപ്പോൾ 48-ന് മുമ്പുള്ള കമ്മ്യൂണിസ്റ്റുകാരെല്ലാം അവർ വിശ്വസിച്ചിരുന്നത്
അവർ മരിച്ചു കഴിഞ്ഞാൽ റഷ്യയിൽ ജനിക്കും എന്നായിരുന്നു വിശ്വസിച്ചിരുന്നത്. കാരണം കമ്മ്യൂണിസത്തിൻ്റെ ഭാഗമായിട്ട് മാറാൻ അതേ രീതിയിലായിരുന്നു. പക്ഷേ ഈ മാവോയിസ്റ്റുകൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വലിയ ദ്രോഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആദിവാസികൾ, ദളിതർ, പിന്നാക്ക വിഭാഗം, സ്ത്രീകൾ, ചെറുപ്പക്കാർ ഇവരുടെ ജീവിതം നരകതുല്യമാക്കി മാറ്റിയത് ഈ നക്സലൈറ്റുകളാണ്. നക്സൽ ബാധിത പ്രദേശത്തേക്ക് ഒരു വികസനവും എത്താൻ ഇവർ സമ്മതിക്കില്ല. അവിടെ റെയിൽവേ ചെല്ലാൻ സമ്മതിക്കില്ല, റോഡുണ്ടാക്കാൻ സമ്മതിക്കില്ല, കുടിവെള്ളം കിട്ടാനുള്ള അവസരം ഉണ്ടാക്കാൻ പാടില്ല. അവിടെ ഉള്ളവർ മറ്റ് മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുന്നതിനെ എല്ലാം ഇവർ വിലക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിലൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിലുള്ളതിൽ CPM അത്ര ഈ നക്സലൈറ്റുമായിട്ട് നല്ല ബന്ധത്തിലല്ലെങ്കിലും CPI നക്സലൈറ്റുകളുടെ ഒരു അഭയസ്ഥാനം തന്നെയാണ്. ഒരു CPIക്കാരനായിരുന്ന ഒരാൾ ഹൈക്കോടതി ജഡ്ജിയായി. അദ്ദേഹം CPIയുടെ AITUC നേതാവായിരുന്നു. ഞാൻ മാരേജ് കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹം AITUC ആഫീസിൽ ഈ മറ്റേ മോട്ടോർ തൊഴിലാളികളെയൊക്കെ സംഘടിപ്പിച്ച് അവരുടെ ജാഥ നടത്തുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് കേരള ഹൈക്കോടതി ജഡ്ജിയായിട്ട് വന്നു. അദ്ദേഹം നമ്മുടെ ഇപ്പോഴത്തെ എൻ്റെ സെക്രട്ടറിയുടെ ബന്ധുവാണ് കൂടിയാണ്. അദ്ദേഹം ബിനോയ് വിശ്വത്തിൻ്റെ ഒരു ബന്ധുവാണ്. ആ ഹൈക്കോടതി ജഡ്ജിയുടെ മകൻ ഈ നക്സലൈറ്റ് മാവോയിസ്റ്റാണ്. അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഉടൻ തന്നെ വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് അയാൾക്ക് ജാമ്യം കൊടുത്ത്, നിരുപാധിക ജാമ്യം കൊടുത്ത് ഹൈക്കോടതി അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്തത്. ഹൈക്കോടതി അത്ര ക്യുക്കായിട്ട് ഒരാൾക്ക് നിരുപാധിക ജാമ്യം കൊടുക്കുന്നത് അതിന് മുൻപോ അതിന് ശേഷമോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്തായാലും അദ്ദേഹത്തിന് അത് കിട്ടി എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇവരെല്ലാം അതുകൊണ്ട് ഇപ്പോൾ ഈ പ്രാവശ്യം വന്ന് ഇവർ കീഴടങ്ങാൻ വേണ്ടി പോയപ്പോഴും അവരോട് ഡയലോഗ് വെക്കണം എന്ന് പറഞ്ഞ് D രാജയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. നക്സലൈറ്റുകൾക്കെതിരെ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അവരോട് സംസാരിച്ച് അവരെ നല്ല സമരീയക്കാരാക്കി മാറ്റണം എന്നാണ് ഡാനിയൽ രാജയുടെ അഭിപ്രായം. കൊള്ളാം, നല്ല കാര്യമാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. അവർ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നില്ല, ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിക്കുന്നില്ല, ഇന്ത്യയിൽ നിലനിൽക്കുന്ന ബാക്കി സ്ഥാപനങ്ങളെ ജുഡീഷ്യറിയെ അംഗീകരിക്കുന്നില്ല, അവരാരെയും അംഗീകരിക്കുന്നില്ല. ഭരണഘടനയെയും ജനാധിപത്യ സംവിധാനത്തെയും അംഗീകരിക്കാത്ത ഒരാൾ എങ്ങനെയാണ് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ അയാളുമായിട്ട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുക എന്ന് പറയുന്നത്? ഇത് അംഗീകരിച്ചാലേ പറ്റുള്ളൂ. അതെ. അവർ മുദ്രാവാക്യം വിളിക്കുന്ന ബൂർഷ്വാ കോടതി തുലയട്ടെ എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ മുദ്രാവാക്യം? അതെ. കോടതിയിൽ നിന്നുകൊണ്ട് പറയണം ബൂർഷ്വാ കോടതി തുലയട്ടെ എന്നാണ്. അപ്പോൾ കോടതിയെ ജുഡീഷ്യറിയെ അംഗീകരിക്കുന്നില്ല, എക്സിക്യൂട്ടീവിനെ അംഗീകരിക്കുന്നില്ല, ലെജിസ്ലേച്ചറിനെ അംഗീകരിക്കുന്നില്ല, പിന്നെ മാധ്യമങ്ങളെ അംഗീകരിക്കുന്നില്ല. ആ മാധ്യമങ്ങളൊന്നും അവരില്ല. അവരാകെ അംഗീകരിക്കുന്ന അവരെ മാത്രമാണ്. അവരെ മാത്രം അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആദിവാസി, ദളിത്, പിന്നാക്കം, സ്ത്രീ മേഖലകളിലുള്ളവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല, അവർക്ക് സാമ്പത്തിക ശാക്തീകരണം നടത്താൻ പാടില്ല, അവർക്ക് ബാക്കി സൗകര്യങ്ങളുണ്ടാകാൻ പാടില്ല. അവരെന്നും ദുരിതങ്ങൾ കൂത്താടി നിൽക്കുന്നൊരു ലോകത്തിൻ്റെ ഭാഗമായി നിൽക്കണം എന്നിവർ ശഠിക്കുകയും അങ്ങനെ അവരുടെ ജീവിതം ദുരന്തപൂർണമായിട്ടുണ്ടെങ്കിൽ ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ നക്സലൈറ്റായി മാറുകയും ചെയ്യും എന്ന് വിശ്വസിച്ചിരുന്നതാണ്. പക്ഷേ മോദി സർക്കാർ വന്നതിന് ശേഷം മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഈ അർബൻ നക്സലൈറ്റുകൾ എന്ന് പറഞ്ഞൊരു ശക്തമായ വിഭാഗം ഉണ്ടായിരുന്നു. അവരിപ്പോഴും ഉണ്ട്. അർബൻ നക്സലൈറ്റ് ആകുന്നത് വളരെ നല്ല കാര്യമാണ്. വിശേഷിച്ച് നഷ്ടമൊന്നും സംഭവിക്കില്ല. ഉപദേശം കൊടുത്താൽ മതി. നഗരത്തിലിരുന്നുകൊണ്ട് ചില വ്യാഖ്യാനങ്ങൾ കൊടുത്താൽ മതി. ആ വ്യാഖ്യാനങ്ങൾ ഈ നക്സലൈറ്റുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ടല്ലോ, ലോകത്തൊരാൾക്കും അത് എന്താണെന്ന് മനസ്സിലാകില്ല. നമ്മുടെ മഹാകവി K. സച്ചിദാനന്ദൻ കുറേ കാലം നക്സലൈറ്റായിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇതുണ്ട്. B. രാജീവൻ കുറേ കാലം നക്സലൈറ്റായിരുന്നു. ഇപ്പോൾ അവരൊക്കെ തീർന്നു പോയി. പിന്നെ K. വേണു നക്സലൈറ്റായിരുന്നു. പിന്നെ രാമേന്ദ്രൻ നക്സലൈറ്റായിരുന്നു. ഞാൻ അവരുടെയൊക്കെ പേര് വരും പെട്ടെന്ന് ഓർക്കണേ. ഇവരെയൊക്കെ മിക്കവാറും എനിക്ക് പരിചയമുള്ളവരുമാണ് ഈ നക്സലൈറ്റുകളെല്ലാം. പിന്നെ സിവിക് ചന്ദ്രൻ. അതിലൊരു കാര്യം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലേന്ദ്രനെ അറസ്റ്റ് ചെയ്തുകൊണ്ടേ ആക്കി, എന്തോ കവിതയുടെ പ്രശ്നത്തിൽ, എന്താണ് സാംസ്കാരിക വേദിയുടെ കാലത്ത് നക്സലൈറ്റുകളുടെ ഇതിൽ.
അപ്പോൾ മജിസ്ട്രേറ്റ് ഇങ്ങനെ ചോദിച്ച്, അപ്പോൾ രാമേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു പരിവർത്തനവാദി ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ആണ് ഇയാൾക്ക് വേണ്ടി ഹാജരായവർ. അപ്പോൾ പറഞ്ഞു, യുവർ ഓണർ, ഹി ഹിംസെൽഫ് ഈസ് എ വെരി യങ് വെരി ഗുഡ് പോയറ്റ്, എ വെരി പ്രോമിസിങ് യങ് പോയറ്റ് എന്ന് പറഞ്ഞു. ഓ, അപ്പോൾ എന്താ പേര് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അപ്പോൾ നിങ്ങളുടെ കവിതയാണോ വായിച്ചത്? അല്ല. പിന്നെ ആരാണ്? സിവിക് ചന്ദ്രൻ്റെ കവിത. എന്താ കവിതയുടെ ടൈറ്റിൽ? ഇത് നമ്മുടെ റിപ്പബ്ലിക് അല്ല. കവിതയുടെ ടൈറ്റിൽ ഇത് നമ്മുടെ റിപ്പബ്ലിക് അല്ല എന്നാണ്. അപ്പോൾ കവി ജഡ്ജി ചോദിച്ച്, സിവിക് ചന്ദ്രനോ? ഇതെന്തൊരു പേര്, അങ്ങനെ ഒരു പേരുണ്ടോ എന്ന് ചോദിച്ച്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ വള്ളത്തോളിൻ്റെയും ഉള്ളൂരിൻ്റെയും ആശാൻ്റെയും ചങ്ങമ്പുഴയുടെയും എടപ്പള്ളിയുടെയും വയലോപ്പള്ളിയുടെയും കുഞ്ഞിരാമൻ നായരുടെയും ഒക്കെ കവിതകളൊക്കെ വായിച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു കവിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യും, പരീക്ഷ എടുക്കാറായിട്ടുണ്ട്, റിപ്പബ്ലിക്കൊക്കെ നമുക്ക് ശരിയായിക്കോളൂ, അതിനൂടെ ഓരോ ആൾക്കാരൊക്കെ ഉണ്ട്, ഞാൻ പോയിട്ട് പരീക്ഷ എഴുതാൻ പറഞ്ഞിട്ട് ഇവനെ വിടുകയും ചെയ്തു. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അല്ലേ എൻ്റെ ഒരു സംഗതി. വിപ്ലവം ഇപ്പോൾ ഉടനെ വരുത്തണമില്ല. അതെ, തോക്കിൻകുഴലിലൂടെ. അതെ, കരാർ ഏറ്റെടുത്തേക്കല്ലേ ഇത് ഈ തോക്ക് കണ്ടിട്ടില്ലാത്തവരാണ് തോക്കിൻകുഴലിലൂടെ വിപ്ലവത്തിന് വേണ്ടി പോയത്. സായുധ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ കറിക്കത്തി അല്ലാത്ത ഒരു ആയുധവും സച്ചിദാനന്ദൻ സായുധ സമരത്തിന് വേണ്ടി നിലകൊണ്ട ഒരാളാണ്. വീട്ടിൽ കറിക്കത്തി അല്ലാതെ വേറെ ഒരു ആയുധവും അദ്ദേഹം കണ്ടിട്ടില്ല, അദ്ദേഹം എടുത്തിട്ടില്ല. പക്ഷേ സായുധ സമരം അത് അർബൻ നക്സലൈറ്റുകളാണ്. അവർ ഈ കറിക്കത്തി കണ്ടുകൊണ്ട് AK-57 ഉപയോഗിച്ച് നിങ്ങൾ വർഗശത്രുവിനെ നേരിടണം എന്ന് പറയും. എന്നിട്ട് പിന്നെ പരമാവധി ചെയ്യുന്ന കാര്യം കവിത എഴുതുക എന്നുള്ളതാണ്. ആ കവിതയാണെങ്കിൽ ലോകത്താർക്കും മനസ്സിലാകുകയില്ല. അതൊരു തന്ത്രമായിരിക്കില്ലേ? അതിങ്ങനെ എഴുതിയിട്ട് അത് ലോകത്താർക്കും മനസ്സിലാകുകയില്ല. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നക്സലൈറ്റ് വിഭാഗം ഉണ്ടായിരുന്നു. അവർക്ക് ഈ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് അവർക്കൊരു പരിരക്ഷ കിട്ടിയിരുന്നു. അതൊരു വസ്തുതയാണ്. ഇപ്പോഴാണ് അതിൻ്റെ വിവരങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മൻമോഹൻ സിംഗ് കാരണം ഇവരുമൊക്കെ ആയിട്ട് ഒരു നല്ല ചങ്ങാത്തത്തിൽ പോയിരുന്നു. അവർ വിപ്ലവകാരികളാണെന്നുള്ള കാര്യത്തിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് പുള്ളിക്കും ഇതുണ്ടായിരുന്നു. കാരണം ജീവിതം മുഴുവനും ഒരു ബ്യൂറോക്രാറ്റ് ആയിരുന്ന ഒരു മനുഷ്യനെ എങ്ങനെയാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് താല്പര്യം വരുന്നത്? ബ്യൂറോക്രാറ്റിന് എവിടെയാണ് സോഷ്യലിസം? ബ്യൂറോക്രസിയിൽ ഹയറാർക്കിയാണ്. ഹയറാർക്കിയിൽ ഹയർ പറയുന്നത് ലോവറിലുള്ള ആൾ അനുസരിക്കുക എന്നുള്ളതാണ്. അവിടെ എവിടെയും സോഷ്യലിസം ഉള്ളത്? പക്ഷേ അദ്ദേഹം അങ്ങനെയും ക്ലെയിം ചെയ്തിരുന്ന ഒരാളാണ്. ഈ സാമ്പത്തിക ശാസ്ത്രം ഒക്കെ പഠിച്ചു എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അത് മാറിയിട്ട് മോദി വന്നു കഴിഞ്ഞപ്പോൾ വളരെ ഡിറ്റർമിൻഡായ ഒരു ഡിസിഷൻ എടുത്തു. അതെന്താണെന്ന് വെച്ചാൽ നക്സലിസത്തെ അവസാനിപ്പിക്കും. ഇപ്പം ഇന്നും 230 നക്സലൈറ്റുകൾ കീഴടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ പത്രത്തിൽ നിങ്ങളത് കണ്ട്. ആ നക്സലിസം എന്ന് പറയുന്ന പ്രദേശം, ഇപ്പോൾ ബസ്തർ എന്ന് പറയുന്ന സ്ഥലം, അതെ, അവിടെ ആദ്യമായിട്ട് വണ്ടി എത്തി, ആദ്യമായിട്ട് ഗവൺമെൻറ് ഓഫീസുകളെത്തി, ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി, ആദ്യമായിട്ട് അവിടെ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ തുടങ്ങി. ഇതൊന്നും തുടങ്ങാൻ ഇവർ സമ്മതിക്കില്ലായിരുന്നു. ഇതിൻ്റെ ഇരകളാക്കപ്പെടുന്നത് ആരാണ്? ആദിവാസികളും ദളിതരുമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇരകൾ ഇന്ത്യയിൽ എന്നും ഈ ദളിതരും ആദിവാസികളും ദുർബലരും പിന്നാക്ക ജനവിഭാഗമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. പ്രമാണിമാരോ അവരുടെ മക്കളോ ആരും തന്നെ കമ്മ്യൂണിസത്തിലുണ്ടായില്ല. അവരെല്ലാവരും അവരുടെ വിദ്യാഭ്യാസത്തിനൊക്കെ ആയിട്ട് പോയി. ഇപ്പോൾ മറ്റേ എന്താണ് ബാലൻ്റെ മക്കളൊക്കെ പഠിച്ചത് വിദേശത്താണ്, പിണറായിയുടെ മക്കൾ പഠിച്ചത് വിദേശത്താണ്, ഇദ്ദേഹത്തിൻ്റെ മക്കൾ പഠിച്ചതെല്ലാം എല്ലാവരും അവർ ഒരു സമരവുമില്ലാത്ത പ്രദേശത്ത് നന്നായിട്ട് പഠിപ്പിക്കുകയും ബാക്കി ഉള്ള വിദ്യാർത്ഥികളെ തെരുവിലിറക്കുകയും ചെയ്തിരുന്ന ഒരു രീതിയാണ്. അങ്ങനെ അല്ലാതെ മക്കളെയും കൂടി രാഷ്ട്രീയത്തിലിറക്കി ശരിപ്പെടുത്താൻ തീരുമാനിച്ച ഒരാൾ കോടിയേരി ബാലകൃഷ്ണനാണ്. അതിൻ്റെ ഫലം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ബാക്കി ആരും തന്നെ മക്കളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ശരിപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. മക്കളൊക്കെ നേരെ ചൊവ്വയെ പഠിച്ച്, അച്യുതമേനോൻ്റെ മക്കളൊക്കെ നേരെ ചൊവ്വയെ പഠിച്ചിട്ട് അവർ ഡോക്ടറും മറ്റുള്ളവരൊക്കെ ആയിട്ട് അവരവരുടെ രീതിയിൽ പോയി. അപ്പോൾ പിന്നെ ഇത് ആരാണ് ഇതിൻ്റെ ഇര? അവരൊന്നും അച്യുതമേനോൻ്റെ മക്കളോ അല്ലെങ്കിൽ ഇവരുടെ മക്കളോ ഒക്കെ പഠിച്ചിരുന്ന പ്രദേശത്തൊന്നും സമരം ഉണ്ടായിട്ടില്ല. സമരം കൊണ്ട് ക്ലാസ് നഷ്ടപ്പെടുകയും അവിടെ അതിൻ്റെ അച്ചടക്കം തകരുകയും വിദ്യാഭ്യാസം തകരുകയും ചെയ്തിട്ടുള്ള എല്ലാം ഈ ദരിദ്രരായിട്ടുള്ള വിഭാഗങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റുകളും അതുതന്നെയാണ് ലക്ഷ്യമാക്കിയത്. എന്നിട്ട് അവരുടെ ജീവിതം നരകതുല്യമാക്കി, ദുരിതങ്ങൾ കൂത്താടി നിൽക്കുന്നൊരു ജീവിതമാക്കി മാറ്റിയിട്ട്
അതിൻ്റെ പ്രതിഷേധമായിട്ട് അവരെ കൊണ്ട് ആയുധം എടുത്ത് വിപ്ലവം നടത്തിക്കുക എന്ന ദൈവദ്രോഹം ഉണ്ടാക്കുന്ന, മനുഷ്യദ്രോഹം ഉണ്ടാക്കുന്ന ഒരു നയമാണ് ഈ പറഞ്ഞ മാവോയിസ്റ്റുകളൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. അവർക്ക് യാതൊരു തടിയിൽ കൊള്ളാതെ ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭാഗമാണ് അർബൻ നക്സലൈറ്റുകൾ. അവരുടെ കാലം ഇന്ത്യയിൽ അസ്തമിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. ചുരുക്കം പറഞ്ഞാൽ മാവോയിസ്റ്റുകളുടെ കുലം മുടിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ രംഗത്ത് വന്നു. അവരുടെ കുലം അത് മുടിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ലാസ്റ്റ് ഫേസാണ്. ഇപ്പോൾ ഓരോരുത്തരും കിഷൻജി, മറ്റേജി, മർച്ചേജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവർ ഇതെല്ലാം ഈ ആദിവാസികൾ ഈ പെരുവഴിയിലാക്കിയത് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ കീഴടങ്ങിയില്ലേ? അതെ. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? പെട്ടെന്ന് മറന്നുപോയി. അദ്ദേഹം ചിത്ഭവൻ ബ്രാഹ്മണനാണ്, സാധാരണ ബ്രാഹ്മണനല്ല. ഈ ആന്ധ്രയിലൊക്കെ ഉള്ള ചിത്ഭവൻ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ വലിയ കക്ഷികളാണ്. ആ ചിത്ഭവൻ ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിനപ്പം ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ഇത് ആശയപരമായിട്ടുള്ള നേതൃത്വം കൊടുത്ത് അടിസ്ഥാന വർഗത്തെ ആശയം കൊണ്ട് ആയുധമണിയിച്ച് യുദ്ധത്തിലേക്ക് വിട്ട് കണ്ടവൻ്റെ നെഞ്ചത്ത് കയറാൻ വേണ്ടി പറഞ്ഞു വിടുക എന്ന ദൗത്യമാണ് അദ്ദേഹം നിർവഹിച്ചിരുന്ന. അദ്ദേഹമാണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഇതിനകത്ത് മഹാകുഴപ്പമാണ് നക്സലിസത്തിലുള്ളത് എന്ന് പറഞ്ഞു. ഇത്രയും കാലം അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല എന്നും മനസ്സിലാക്കണം. അത് പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരാളാണ്. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്, ഇതിനകത്തൊക്കെ വലിയ കുഴപ്പമാണ് എന്ന് പറഞ്ഞിട്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഞാൻ അതിൻ്റെ ഒരു പ്രസ്താവന വായിക്കുകയും ചെയ്തു. അപ്പോൾ എന്തായാലും നക്സലിസം മുടിഞ്ഞു എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.